ഇതേ സ്ഥലത്ത് പനയമ്പാടത്ത് നേരത്തെ നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണും. ആ അപകടത്തിൻ്റെ ദൃശ്യം ആദ്യം നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാം. അതിനുശേഷം ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. ആദ്യം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണും. പനയമ്പാടത്ത് ഇതേപോലെയുള്ള സ്ഥലത്ത് ഇതേപോലെയൊരു ചാറ്റൽ മഴയുള്ള സമയത്ത് നടന്ന ഒരു റോഡ് അപകടത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ചാറ്റൽ മഴയുള്ള സമയം, പനയമ്പാടം ജംഗ്ഷൻ. ആ പനയമ്പാടത്ത് ജംഗ്ഷനിൽ വാഹനങ്ങൾ പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. അവിടെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളത്, ആ അപകടത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ഈ അപകടം എങ്ങനെയുണ്ടായി എന്നുള്ളത് പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. ഇനി ഈ സ്ക്രീനിലേക്ക് പ്രേക്ഷകർക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. ഇത് പനയമ്പാടം ജംഗ്ഷനാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പനയമ്പാടം ജംഗ്ഷൻ നല്ല മഴയുണ്ട്, വെള്ളം റോഡിൽ വെള്ളം കിടക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് കാണാം. മിനുസമാണ് ഇവിടെ, സ്മൂത്തനിങ് ഉണ്ട് ഈ റോഡിൽ. അതുകൊണ്ട് സ്മൂത്തായ ഒരു റോഡിൽ മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി ഇത്തരം സ്ലിപ്പാവാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ സ്പീഡ് ബ്രേക്കറുകൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഇനി അപകടത്തിൻ്റെ ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം, കണ്ടോളൂ. പനയമ്പാടം ജംഗ്ഷനിൽ അവിടെ നിന്നും ഒരു ലോറി ഇങ്ങോട്ട് വരുന്നത് കാണാം. ആ ലോറി വന്ന് പോകുന്നു, മഴയാണ്. രണ്ടാമത്തെ ലോറി വരുന്ന ദൃശ്യം നോക്കൂ. ഇവിടെ വെച്ച് ലോറി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ലോറി ദിശ തെറ്റി നേരെ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നിരിക്കുന്നു. പ്രേക്ഷകർ കാണൂ. ഒരിക്കൽ കൂടി ഞാൻ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ലോറി, അതായത് അപകടമുണ്ടാവുന്ന ലോറിയാണ് ഈ വരുന്നത്. ഈ ലോറി ഇവിടെ എത്തുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, സ്കിഡ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ആളുകൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. മഴയായിരുന്നതുകൊണ്ടും തിരക്കില്ലാതിരുന്നതുകൊണ്ടും അന്ന് ഇവിടെ അപകടത്തിലാരും മരിച്ചില്ല. ഈ അപകടം അത്രമേൽ ഭീതിതമായ ഒരു അപകടമാണ് ഉണ്ടായത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന പനയമ്പാടം ജംഗ്ഷനിലെ റോഡാണ്. ആ വളവ് തിരിഞ്ഞ് വരുന്നു, പോലുള്ള വളവ് തിരിഞ്ഞ് റോഡ്, വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ നിന്നാൽ, യാത്രക്കാർ നിന്നാൽ സ്വാഭാവികമായും വാഹനം വന്ന് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് കയറും എന്നുറപ്പാണ്. ഇവിടെ സ്കൂൾ കുട്ടികളടക്കം ഈ CCTV ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. നോക്കൂ, ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. സ്കൂൾ വിട്ടുവരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഭാഗത്താണ് സ്വാഭാവികമായും ബസ് കാത്തു നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. അവർക്കു നേരെ എപ്പോൾ വേണമെങ്കിലും ഒരു വാഹനം വന്ന് കയറാം എന്ന അവസ്ഥയിലാണുള്ളത്. ഒരിക്കൽ കൂടി ആ റോഡിൻ്റെ അവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ലോറി പാഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ. ഇത് ഒരു ലോറി പോകുന്നു, ഈ ലോറിയാണ് അപകടത്തിൽപ്പെടുന്നത്. സ്കിഡ് ചെയ്യുന്നു, നേരെ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതാണ് ആ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ. ഈ പരിതാപകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മാറ്റണമെന്ന് 2 വർഷമായി അധികാരികളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ റോഡ് ഇപ്പോഴും ഒരു കണ്ണാടി പ്രതലം പോലെ മിനുസമായി തുടരുന്നു. അവിടെ മഴ പെയ്താൽ എങ്ങനെയാണോ സാധാരണ ഒരു ടൈൽ നമ്മൾ സ്ലിപ്പാവുന്നത്, അതേ വേഗതയിൽ സ്ലിപ്പായി മറുഭാഗത്തേക്ക് വരുന്നു. ഇതാണ് പനയമ്പാടം ജംഗ്ഷനിൽ സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു ലോറി അപകടത്തിൽപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത്തവണ അപകടം നടന്നപ്പോൾ അത് സിമൻറ്റ് കയറ്റി വന്ന ലോറിയായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാലക്കാട് ഭാഗത്തേക്ക് വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി പാലക്കാട് നിന്നും മണ്ണാർക്കാടേക്ക് പോയ ലോറിയുടെ മുൻഭാഗത്ത് പോയി തട്ടുന്നു, നിയന്ത്രണം നഷ്ടപ്പെടുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ലോറി റോഡിൽ സ്കിഡ് ചെയ്തും ഇടിച്ചും മറിയുന്നു, കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് സിമൻ്റ് അടക്കം വീഴുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പനയമ്പാടത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിലൊരു വലിയ അനാസ്ഥയുണ്ട്. ഈ റോഡിൻ്റെ ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പിഴവ് എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയാണ് മുന്നിലുള്ള മാർഗം. 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്നത്തോടുകൂടി 11 പേരായി ആ കണക്ക് ഉയരുകയാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ബ്ലാക്ക് സ്പോട്ടാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുന്നു ഈ ദൃശ്യത്തിലൂടെ.